രണ്ട് നാമനിർദ്ദേശ പത്രികയാണ് PV അൻവർ സമർപ്പിച്ചത്. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനായി സൂക്ഷ്മ പരിശോധനയാണ് ഇത് നടന്നത്. സൂക്ഷ്മ പരിശോധനയിൽ ഒരു നാമനിർദ്ദേശ പത്രിക തള്ളി, എന്നാൽ ഒന്ന് സ്വീകരിക്കുകയും ചെയ്തു. രണ്ട് പത്രിക സമർപ്പിക്കാൻ കാരണം ഒന്ന് TMC എന്ന നിലയിൽ TMCയുടെ കേരളത്തിലെ നേതാവാണ്, സംസ്ഥാന കോർഡിനേറ്ററാണ് PV അൻവർ. TMCയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ TMCയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല എന്ന സാങ്കേതിക പ്രശ്നം കഴിഞ്ഞ ദിവസം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം TMC കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയാണ്, അതുകൊണ്ട് കേരളത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ അത്തരമൊരു ചർച്ച ഉയർന്നു വരികയും ചെയ്തതാണ്. എന്നിരുന്നാലും TMC എന്ന നിലയിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു PV അൻവർ. അതാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. TMC എന്ന നിലയിൽ മത്സരിക്കാൻ കഴിയില്ല. TMC എന്ന നിലയിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ TMCയുടെ ചിഹ്നവും ലഭിക്കില്ല എന്ന പ്രശ്നം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് സ്വതന്ത്രൻ എന്ന നിലയിൽ മത്സരിക്കാം. രണ്ടാമത്തെ സെറ്റ് പത്രിക നൽകിയിരിക്കുന്നത് സ്വതന്ത്രൻ എന്ന നിലയിൽ മത്സരിക്കാനാണ്. സ്വതന്ത്രൻ എന്ന നിലയിൽ മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും സൂക്ഷ്മ പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മത്സരിക്കുന്നതിൽ തടസ്സമില്ല PV അൻവറിന്. TMC ആയി മത്സരിക്കാൻ കഴിയില്ല എന്നേയുള്ളൂ. TMCയുടെ ചിഹ്നവും ലഭിക്കില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി ഓട്ടോറിക്ഷയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ചിഹ്നമാണ് ലഭിക്കുക. ഓട്ടോറിക്ഷ ലഭിക്കണം എന്നാണ് PV അൻവർ ആവശ്യപ്പെട്ടത് എന്നാണ് അറിയുന്നത്. അത് തന്നെ ലഭിക്കണമെന്നില്ല. ഇലക്ഷൻ കമ്മീഷനാണ് അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം വരും ദിവസങ്ങളിൽ മാത്രമേ വരികയുള്ളൂ. അതേസമയം PV അൻവർ മത്സരിക്കുമെന്ന തോതിലുള്ള ആശങ്കകൾ ഇപ്പോഴും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒത്തുതീർപ്പ് ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോഴും PV അൻവറെ ബന്ധപ്പെടുന്നുണ്ട്. മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ് PV അൻവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. PV അൻവറാണ്, അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു നിലപാടില്ല. അദ്ദേഹം ഏത് നിമിഷവും തീരുമാനം മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം മത്സരിക്കുക എന്ന് വച്ചാൽ PV അൻവറിന് മണ്ഡലത്തിലെ സ്വാധീനം എന്താണ് എന്ന് വെളിപ്പെടുക എന്നതാണ്. അത് ഒരു 5000 വോട്ടിൽ താഴെയായി ചുരുങ്ങിയാൽ, 2000, 3000 വോട്ടായി ചുരുങ്ങിയാൽ PV അൻവറിന് ഇത്രമാത്രമേ മണ്ഡലത്തിൽ സ്വാധീനമുള്ളൂ, ഇത്രമാത്രമേ പിന്തുണയുള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലാകും. UDFനും മനസ്സിലാകും, കോൺഗ്രസിനും മനസ്സിലാകും. അത് PV അൻവറുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും. അദ്ദേഹം ഇപ്പോൾ വിശ്വസിക്കുന്നത് 25,000-ൽ താഴെ വോട്ട് നേടാൻ കഴിയുമെന്നാണ്. 10,000 വോട്ട് വരെയെങ്കിലും നേടും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ അനുയായികളുള്ളത്. അങ്ങനെയാണെങ്കിൽ നിർണായക ശക്തിയായി PV അൻവർ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രണ്ട് മുന്നണികൾ ശക്തമായി മത്സരരംഗത്ത് വരികയും വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും PV അൻവറുടെ നില പരിങ്ങലിലാവും. അതിൽ ഭയമുണ്ട് PV അൻവർക്ക്. അതുകൊണ്ട് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ കിട്ടുന്ന ഏത് സാധ്യതയും പരമാവധി ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മത്സര രംഗത്ത് ഇനിയും ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. മത്സരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് മുന്നിൽ പോകാൻ വഴിയില്ല. കാരണം UDF നേതൃത്വം എന്തെങ്കിലും ഉറപ്പ് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. TMC ഔദ്യോഗികമായി തന്നെ, തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ നിന്ന് പിന്മാറിയാൽ TMCയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തിലും അത് ഒരു വിള്ളലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എന്നിരുന്നാലും ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും PV അൻവർ പിന്മാറുക തന്നെ ചെയ്യും. അത് എന്താണ് എന്നാണ് ഇനി അറിയാനുള്ളത്. അത്തരം ചർച്ചകൾ ഇനിയും നടക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കാരണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ VD സതീശൻ PV അൻവറുടെ വീട്ടിലേക്ക് അയച്ചത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തന്നെയായിരുന്നു. VD സതീശനോ ഷാഫി പറമ്പിലോ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നിലയിൽ PV അൻവറുടെ വീട്ടിലേക്ക് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് മുഖം രക്ഷിക്കാൻ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സത്യത്തിൽ അവർ അറിയാതെ, നേതൃത്വം അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുടെ വസതിയിൽ എത്തില്ല. അതിനിടയിൽ ഷാഫി പറമ്പിൽ പറഞ്ഞത് PV അൻവർ വിളിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അതല്ല, എന്നെ കാണാൻ ഇങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലിന് എതിരെയും രംഗത്ത് വന്നിരുന്നു PV അൻവർ. അതുകൊണ്ട് ഇത് ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച തന്നെയാണ് നടന്നത്. അതിനുവേണ്ടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ
PV അൻവറുടെ വീട്ടിലെത്തിയത് എന്നത് തർക്കമറ്റ കാര്യമാണ്. അത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ചർച്ചകൾ അവിടെയും അവസാനിച്ചിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം വരെ ഈ അനിശ്ചിതത്വം ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. ആരൊക്കെയായിരിക്കും മത്സര രംഗത്ത് ഉണ്ടാകുക എന്നത്. PV അൻവർ മത്സര രംഗത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ മത്സര രംഗത്തുണ്ടായാൽ ആർക്കാണ് അതിന്റെ നഷ്ടം? ആ നഷ്ടം UDF-ന് തന്നെയാണ്. UDF-ന്റെ വോട്ടാണ് ഭിന്നിക്കുക. സ്വാഭാവികമായും UDF-ന് അത് വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് PV അൻവറെ പിൻവലിപ്പിക്കാൻ അവസാന നിമിഷം പോലും ശ്രമങ്ങൾ നടക്കുന്നത് എന്ന വിവരമാണ് നിലമ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത്. ഏതായാലും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശക പത്രികയിൽ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും മത്സര രംഗത്ത് ഇപ്പോഴുണ്ട്. ഒരു പത്രിക മാത്രമാണ് PV അൻവറുടേത് തള്ളിയിരിക്കുന്നത്. അത് TMC എന്ന പേരിൽ സമർപ്പിച്ച പത്രികയാണ്. അതോടൊപ്പം സ്വതന്ത്രൻ എന്ന നിലയിലും അദ്ദേഹം മറ്റൊരു പത്രിക കൂടി സമർപ്പിച്ചിരുന്നു. ഒരു സെറ്റ് പത്രിക കൂടി സമർപ്പിച്ചിരുന്നു. അത് സ്വീകരിച്ചിട്ടുണ്ട്. സ്വതന്ത്രൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മത്സരിക്കാം. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെയും നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് മുസ്ലിം ഗ്രൂപ്പുകൾ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും UDF സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആര്യടൻ ഷൗക്കത്ത് ഈ മതവർഗീയ നിലപാടുകൾക്ക് എതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണക്കാൻ കഴിയാത്ത ഒരു വിഭാഗം, മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം PV അൻവറിന്റെ പിന്നിൽ അണിനിരക്കും. അത്തരം സൂചനകൾ ഇതിനകം വരികയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പുറത്തേക്ക് വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. എന്നിരുന്നാലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരൊക്കെയുണ്ടാകും മത്സര രംഗത്ത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ.